പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇക്കഴിഞ്ഞ 3-ാം തീയതി കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച്, അതായത് PB സുരേഷ് കുമാറും ജോബിൻ സെബാസ്റ്റ്യനും എന്നുള്ള 2 ന്യായാധിപന്മാരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് നവീൻ ബാബുവിൻ്റെ മരണം CBI അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷയുടെ ആവശ്യം അംഗീകരിക്കുന്ന വിധി പ്രഖ്യാപിക്കുകയുണ്ടായി. സുഹൃത്തുക്കളെ, ഞാൻ ഈ വിഷയം സംബന്ധിച്ച് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ഇത് തള്ളി കഴിഞ്ഞപ്പോൾ ഇത് ഡിവിഷൻ ബെഞ്ചിലേക്ക് പോയി. ആ ഡിവിഷൻ ബെഞ്ച് ഇത് വാദം കേൾക്കുന്ന അവസരത്തിൽ തന്നെ, അതോ ആ ഡിവിഷൻ ബെഞ്ചിൻ്റെ മുന്നിൽ ഈ കേസ് വന്നപ്പോഴാണോ എന്ന് എനിക്കറിയില്ല, അന്നു തന്നെ ഞാൻ വിശദമായി സംബന്ധിച്ചൊരു വീഡിയോ ചെയ്യുകയും ഈ ഡിവിഷൻ ബെഞ്ച് ഈ കേസിൽ CBI അന്വേഷണം പ്രഖ്യാപിക്കില്ല, അല്ലെങ്കിൽ മഞ്ജുഷയുടെ ആവശ്യം ഈ ബെഞ്ച് തള്ളിക്കളയും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അന്നു തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നു. എന്തായാലും ഈ മാർച്ച് 3-ാം തീയതി ഞാൻ എറണാകുളത്ത് ഹൈക്കോടതിയിൽ ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഈ നവീൻ ബാബു വിഷയത്തിൽ സിംഗിൾ ബെഞ്ച് ജഡ്ജായിട്ടുള്ള കൗസർ എടപ്പകത്ത് പുറപ്പെടുവിച്ച വിധിന്യായത്തെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് 4 വീഡിയോകൾ എൻ്റെ പ്രതിപക്ഷം എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ അതിനെതിരെ ഏതോ ഒരു പ്രകാശൻ, ആരാണെന്ന് എനിക്കറിയില്ല, പ്രകാശൻ എന്ന് പറഞ്ഞ ഒരാൾ എനിക്കെതിരെ കോടതി ലക്ഷ്യ കേസ് ഫയൽ ചെയ്തിരുന്നു. അപ്പോൾ എന്നെ കോടതി ഹാജരാവാൻ എനിക്ക് നോട്ടീസ് തന്നത് മാർച്ച് 3-നായിരുന്നു. അന്ന് ഞാൻ ഹൈക്കോടതിയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആനുഷികമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ആ കോടതി ലക്ഷ്യ കേസിൽ അത് ഈ മാസം 24-ലേക്ക് വെച്ചിരിക്കുകയാണ്. അത് വളരെ ശക്തമായി തന്നെ ആ കേസിൽ എൻ്റെ വാദം ഹൈക്കോടതിയുടെ മുന്നിൽ അവതരിപ്പിക്കാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. എന്തായാലും ഞാൻ 3-ാം തീയതി ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കോടതി ലക്ഷ്യ കേസിൽ ലിസ്റ്റ് ചെയ്തിരുന്നു ഉച്ചകഴിഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ട് രാവിലെ ഈ നവീൻ ബാബുവിൻ്റെ ഈ കേസിലെ ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവ് ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ജോബിൻ സെബാസ്റ്റ്യനും PB സുരേഷ് കുമാറും ന്യായാധിപരുടെ ആ കോടതിയിലേക്ക് ഞാൻ ഒരു 10 മണി കഴിഞ്ഞപ്പോൾ ഞാൻ കടന്നു ചെന്നിരുന്നു. എന്നെ ഞെട്ടിച്ചൊരു വസ്തുത എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഒറ്റ പത്രക്കാരൻ പോലും അവിടെ ഉണ്ടായിരുന്നില്ല. നമുക്കറിയാമല്ലോ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഒരു മാസത്തിലധികം ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയമാണ് നവീൻ ബാബുവിൻ്റെ വിഷയം. പക്ഷേ ആ നവീൻ ബാബുവിൻ്റെ വിഷയത്തിൽ ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി വരുന്ന ദിവസം ഒരു പത്രപ്രവർത്തകർ പോലും ആ കോടതിയിൽ ഞാൻ നിന്നപ്പോൾ ഉണ്ടായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ ഡിവിഷൻ ബെഞ്ച് ഈ കേസ് തള്ളും എന്ന് പത്രപ്രവർത്തകർക്കൊക്കെ കൃത്യമായ ധാരണ ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ടാണല്ലോ അവരാരും അവിടെ വരാതിരുന്നത്. കാരണം അല്ലെങ്കിൽ അവരവിടെ വരേണ്ടതാണല്ലോ, പ്രധാനപ്പെട്ട വിഷയമാണ്. ഞാൻ അങ്ങോട്ട് കടന്നു ചെന്നു. അപ്പോൾ കടന്നു ചെന്നപ്പോൾ കുറച്ച് അഭിഭാഷകരൊക്കെ അവിടെ അകത്തുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു അഭിഭാഷകൻ എന്നെ ഒന്ന് ഷാജാനോട് ചോദിച്ചു, ഷാജാൻ എന്നെ മനസ്സിലായില്ലേ, എൻ്റെ പേര് അഡ്വക്കേറ്റ് ഗോപകുമാർ എന്നാണ്, ഞാൻ മഞ്ജുഷയുടെ അഭിഭാഷകനാണ് എന്ന് പറഞ്ഞു. ഡോക്ടർ രാംകുമാർ വക്കീലിൻ്റെ ജൂനിയറാണ് അദ്ദേഹം. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാനിവിടെ കോടതിയിൽ വന്നത് ഈ കേസ് തള്ളുന്നു, ഡിസ്മിസ്ഡ് എന്നുള്ള ജഡ്ജിൻ്റെ ആ വാക്കൊന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത് എന്ന് ആ മഞ്ജുഷയുടെ അഭിഭാഷകനോട് ഞാൻ പറഞ്ഞു. അദ്ദേഹത്തിന് അതത്ര രസിച്ചില്ല എന്ന് തോന്നുന്നു, കാരണം മഞ്ജുഷയുടെ അഭിഭാഷകനാണ്. അദ്ദേഹം പറഞ്ഞതല്ല, ഞങ്ങൾ വളരെ വിശദമായി തന്നെ ഇത് ആത്മഹത്യയല്ല കൊലപാതകമാണ് എന്നുള്ള കാര്യം ഞങ്ങൾ ഡിവിഷൻ ബെഞ്ചിനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്, അതുകൊണ്ട് വി ആർ ഹോപ്പ്ഫുൾ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നേരെ അങ്ങോട്ട് പോയി ആ ജഡ്ജിമാരുടെ ഒന്നാമത്തെ ആ വരി കസേരയിൽ തന്നെ അവിടെ ഇരുന്നു. അവിടെ ഇരുന്നപ്പോൾ എൻ്റെ വേറൊരു സുഹൃത്ത് സീനിയറായിട്ടൊരു അഭിഭാഷകൻ വന്നു. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഇത് റിജക്റ്റഡ് ഒന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് വന്നാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശരി എന്നാലും അങ്ങനെയാണോ ഷാജാൻ? ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങനെ തന്നെയാണ്, ഞാനത് കേൾക്കാനാണ് വന്നത്. എന്തായാലും ഒരു 10:40 ആയപ്പോൾ ഈ ന്യായാധിപരായിട്ടുള്ള PB സുരേഷ് കുമാറും ജോബിൻ സെബാസ്റ്റ്യനും കൂടി കോടതിയിലേക്ക് കടന്നു വന്നു. അവിടെ ഇരുന്നിട്ട് ആദ്യം അദ്ദേഹം ചെയ്തത്, അദ്ദേഹം ഈ വിധിന്യായം എടുത്തിട്ട് ഇങ്ങനെ അങ്ങ് ഇട്ടു, ഡിസ്മിസ്ഡ് എന്ന് പറഞ്ഞു. അതോ ഈ റിജക്റ്റഡ് എന്നാണോ എന്ന് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഡിസ്മിസ്ഡ് എന്നോ റിജക്റ്റഡ് എന്ന് പറഞ്ഞു. എന്തായാലും ആ എറിയുന്നതിലൊരു പരിഹാസവും പുച്ഛവും ഉണ്ടായിരുന്നു. അതാണ് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം. വളരെ ഈ പറഞ്ഞതുപോലെ അലക്ഷ്യമായി പോടാവുക എന്നുള്ള മട്ടിൽ എടുത്ത് അങ്ങോട്ട് ഇട്ടു. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്ക് എൻ്റെ സുഹൃത്തായിട്ടുള്ള മഞ്ജുഷയുടെ അഭിഭാഷകനെ ഞാൻ കണ്ടില്ല. എൻ്റെ സുഹൃത്തായിട്ടുള്ള സീനിയർ വക്കീലിനോട് ഞാൻ ചോദിച്ചു, ഇപ്പോൾ ശരിയായില്ലെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നെ കെട്ടിപ്പിടിച്ചിട്ട്, എന്നാലും ഷാജാൻ അങ്ങനെ പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞു, വക്കീൽ ഇതൊക്കെ വളരെ ക്ലിയർ അല്ലേ വക്കീൽ, ഇതൊക്കെ ഇങ്ങനെയല്ലേ സംഭവിക്കുള്ളൂ, അതിലൊക്കെ എന്താ ഇത്ര പ്രത്യേകത? എന്നാലും ഷാജാൻ അത് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹം എന്നെ എൻ്റെ തോളത്തൊക്കെ തട്ടി ഞാനങ്ങ് പോവുകയും ചെയ്തു. അങ്ങനെ മഞ്ജുഷയുടെ ആവശ്യം ഡിവിഷൻ ബെഞ്ചും തള്ളി. അപ്പോൾ എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അത് തള്ളുന്നതിൽ തന്നെ ഒരു പരിഹാസം, ഒരു പുച്ഛം വളരെ പ്രകടമായിരുന്നു ന്യായാധിപരുടെ.
അത് തള്ളി. അപ്പോൾ അതാണ് കോടതിയിലുണ്ടായ സംഭവം. എന്തായാലും ഞാൻ ഈ വിധിന്യായത്തെക്കുറിച്ച് ഒന്ന് വിശദമായി എൻ്റെ പ്രേക്ഷകരോട് ഒന്ന് സംസാരിക്കാൻ പോവുകയാണ്. സംസാരിക്കാൻ പോകുമ്പോൾ ആമുഖമായി എനിക്ക് പറയാനുള്ള കാര്യം, ഞാൻ എതിർക്കാൻ പോകുന്നത്, വിമർശിക്കാൻ പോകുന്നത് ഈ വിധി ന്യായത്തെയാണ്, ഈ ജഡ്ജ്മെൻറ്റിനെയാണ് ഞാൻ വിമർശിക്കാൻ പോകുന്നത്. അല്ലാതെ ഈ ജഡ്ജ്മെൻ്റ് എഴുതിയ ന്യായാധിപരെ അല്ല. ഈ ജഡ്ജ്മെൻ്റ് എഴുതിയ ന്യായാധിപരിൽ ഒരു മോട്ടീവും ഞാൻ ആട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. അവരെന്തെങ്കിലും മോട്ടിവേറ്റഡ് ആയിട്ടാണ് ഈ ജഡ്ജ്മെൻ്റ് എഴുതിയത് എന്നും ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം ഈ ന്യായാധിപർ എഴുതിയിട്ടുള്ള വിധി ന്യായത്തെക്കുറിച്ചിട്ട് മാത്രം, ന്യായാധിപരെ കുറിച്ചിട്ടല്ല. കാരണം ഇതും കോടതി ലക്ഷ്യത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവന്ന് അടുത്ത കോടതി ലക്ഷ്യ കേസ് എനിക്കെതിരെ കൊണ്ടുവരാനുള്ള സാധ്യത ഞാൻ മുൻകൂട്ടി കാണുന്നുണ്ട്. അത് വന്നോട്ടെ, അത് വന്നു കഴിഞ്ഞാൽ ഞാനതിന് ഫൈറ്റ് ചെയ്യും. അതിലൊന്നും എനിക്കൊരു പ്രശ്നമുള്ള കാര്യമൊന്നും. സത്യത്തിനും നീതിക്കും വേണ്ടിയാണ് ഞാൻ സമരം ചെയ്യുന്നതെന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് എനിക്കെതിരെ ഒരു ഡസൻ കോടതി ലക്ഷ്യ കേസ് വന്നു കഴിഞ്ഞാൽ ഞാൻ ഫൈറ്റ് ചെയ്യും. അത് വേറെ കാര്യം. ഇതിനു മുമ്പും വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാൻ പോകുന്നത്, ഞാൻ വിമർശിക്കാൻ പോകുന്നത് ഈ വിധിന്യായത്തെയാണ്. ഞാൻ ഏത് തരത്തിലാണ് ഈ വിധിന്യായത്തെ വിമർശിക്കാൻ പോകുന്നുള്ളത് നിങ്ങൾ കേൾക്കാൻ പോകുന്നുള്ളൂ. ഞാനത് പറയുന്നില്ല. സുഹൃത്തുക്കളെ, ഈ വിധിന്യായത്തിന് 20 പേജുണ്ട്. ആ വിധിന്യായം എഴുതിയത് ജസ്റ്റിസ് PB സുരേഷ് കുമാർ. അദ്ദേഹം ഈ വിധിന്യായം എഴുതിയ ആ വിധിന്യായം തുടങ്ങുന്നത് തന്നെ, നത്തിങ് മാറ്റേഴ്സ് ബട്ട് ദ ഫാക്ട്സ്. വിത്തൗട്ട് ദം ദ സയൻസ് ഓഫ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഈസ് നത്തിങ് മോർ ദാൻ എ ഗസ്സിംഗ് ഗെയിം. ഇത് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങുന്നത്. അത് റിനൗണ്ട് ആയിട്ടുള്ള ഫിലിം മേക്കർ ബ്ലേക്ക് എഡ്വേർഡ്സിൻ്റെ പറഞ്ഞ വാചകങ്ങളാണ്. ദീസ് വേർഡ്സ് ഇൻ അവർ വ്യൂ സെർവ് ആസ് ദ പെർഫെക്റ്റ് പ്രില്യൂഡ് ടു ദിസ് ജഡ്ജ്മെൻറ്റ്. അതായത് ഈ വാചകങ്ങൾ ഞങ്ങളുടെ അഭിപ്രായത്തിൽ ഈ വിധിന്യായത്തിൻ്റെ വ്യക്തമായ ഒരു ആമുഖമാണ് എന്നാണ് അവർ പറയുന്നത്. എന്താ പറയുന്നത്? നത്തിങ് മാറ്റേഴ്സ് ബട്ട് ദ ഫാക്ട്സ്. പറഞ്ഞു കഴിഞ്ഞാൽ വസ്തുതകൾ മാത്രമേ പരിഗണിക്കപ്പെടൂ. വിത്തൗട്ട് ദം, അതായത് വസ്തുതകളില്ലാതെ, ദ സയൻസ് ഓഫ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഇസ് നത്തിങ് മോർ ദാൻ എ ഗസ്സിംഗ് ഗെയിം. അതായത് വസ്തുതകളില്ലാത്ത ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ, ക്രിമിനൽ അന്വേഷണത്തിൻ്റെ ശാസ്ത്രം ഒരു ഊഹങ്ങളുടെ ഒരു കളിയായി അത് അവസാനിക്കും. വിത്തൗട്ട് ഫാക്ട്സ് നത്തിങ്, വിത്തൗട്ട് ദം നത്തിങ്, എ സയൻസ് ഓഫ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഇസ് നത്തിങ് മോർ ദാൻ എ ഗസ്സിംഗ് ഗെയിം. ഇത് പറഞ്ഞുകൊണ്ടാണ് ഈ ന്യായാധിപരുടെ വിധിന്യായം ആരംഭിക്കുന്നത്. എനിക്ക് ആദ്യമായി സൂചിപ്പിക്കാനുള്ള കാര്യം, ഈ വിധിന്യായത്തിൽ ഒരു വസ്തുതയുമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ വിധിന്യായം ഒരു ഗസ്സിംഗ് ഗെയിമായി അവസാനിക്കുന്നു എന്നാണ് എനിക്ക് ആദ്യമായി തന്നെ സൂചിപ്പിക്കാനുള്ളത്. സുഹൃത്തുക്കളെ, ഇനി നമുക്ക് ഈ വിധിന്യായത്തിലേക്ക് കടക്കാം. ഈ വിധിന്യായത്തിൽ 6-ാമത്തെ പേജിൽ പരാതിക്കാരി പറഞ്ഞ 8 കാര്യങ്ങൾ വിശദമാക്കിയിട്ടുണ്ട്. 8 കാര്യങ്ങൾ. ആ 8 കാര്യങ്ങൾ എന്താണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. ഒന്ന് എന്ന് പറയുന്നത്, പരാതിക്കാരിയും അവരുടെ കുടുംബാംഗങ്ങളും പിന്നെ ഇൻക്വസ്റ്റ് നടന്ന സ്ഥലത്തെത്തുന്നതിന് മുമ്പ് തന്നെ ഇൻക്വസ്റ്റ് നടന്നിരുന്നു. എന്നാൽ ഒരു പോലീസ് ഓഫീസർ ഈ അടുത്ത ബന്ധുക്കളുടെ സാന്നിധ്യം ഉറപ്പാക്കിയിട്ട് വേണമായിരുന്നു ഇൻക്വസ്റ്റ് നടത്താൻ. പക്ഷേ അവർ വരുന്നതിന് മുമ്പ് ഇൻക്വസ്റ്റ് നടന്നു. അതായിരുന്നു ഒന്നാമത്തെ. രണ്ടാമത്തത്, CCTV ഫുട്ടേജ്, അതായത് കളക്ടറേറ്റ്, റെയിൽവേ സ്റ്റേഷൻ, ഒഫീഷ്യൽ ക്വാർട്ടേഴ്സ്, മരണപ്പെട്ട ആളുടെ ഒഫീഷ്യൽ ക്വാർട്ടേഴ്സ്, അവിടെ നിന്നുള്ള CCTV ദൃശ്യങ്ങളൊന്നും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കളക്ട് ചെയ്തില്ല. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, കളക്ടർ അതുപോലെ തന്നെ ഈ കേസിൽ പ്രതിയാവേണ്ട അക്യൂസ്ഡ് ആയിട്ടുള്ള പ്രശാന്ത് അവരുടെ ഒന്നും കോൾ ഡേറ്റ റെക്കോർഡ്സ് കളക്ട് ചെയ്തില്ല. അതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, സെലോഫെയിൻ ലിഫ്റ്റിംഗ് ഫ്രം ദ പാം ഓഫ് ദ ഡിസീസ്ഡ് ആൻഡ് ദ ലിഗേച്ചർ അലജഡ്ലി യൂസ്ഡ് ടു ഹാങ്ങിങ് ടു കൺഫേം സൂയിസൈഡ് വാസ് നോട്ട് ഡൺ വിത്ത് ദ അസിസ്റ്റൻസ് ഓഫ് സയൻറ്റിഫിക് എക്സ്പേർട്ട്. അതായത് സയൻറ്റിഫിക് ആയിട്ടുള്ള എക്സ്പേർട്ടിൻ്റെ സഹായം കൂടാതെ ആണ് സെലോഫെയിൻ ലിഫ്റ്റിങ്ങും ഈ മരിച്ച ആളുടെ അയാൾ കുരുക്കിട്ടു എന്ന് പറയുന്ന ആ തുണി, ആ കയർ, അതിൻ്റെയൊക്കെ പരിശോധന നടത്തിയത്. അതാണ് നാലാമത്തത്. അഞ്ചാമത്തത്, വലിയൊരു കാലയളവിലേക്ക് പരാതിക്കാരി ഉൾപ്പെടെയുള്ള മരിച്ച ആളുകളുടെ ബന്ധുക്കളുടെ മൊഴിയെടുക്കുന്നത് ഇതിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ്റെയും പരാജയപ്പെട്ടു. അതായിരുന്നു അഞ്ചാമത്.
ആറാമത്തത് എന്താണ്? ദ അക്യൂസ്ഡ് ഹു ഈസ് എ മെമ്പർ ഓഫ് ദ ഡിസ്ട്രിക്ട് കമ്മിറ്റി ഓഫ് ദ CPM and state joint secretary of the Janadipati Mahila Association has the strong backing of the ruling party, which naturally metamorphoses into influence with the police investigating the case. അതായത് പ്രതിയായിട്ടുള്ള അവർ CPM ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഭരിക്കുന്ന പാർട്ടിയുടെ പിന്തുണ ഉണ്ട്, ശക്തമായ പിന്തുണ ഉണ്ട് എന്നുള്ളത് കൊണ്ട് അത് ഈ കേസ് അന്വേഷിക്കുന്ന പോലീസിനെ സ്വാധീനിക്കുന്ന നിലയിൽ ആ സ്വാധീനം രൂപാന്തരപ്പെടും. അതാണ് ആറാമത്. ഏഴാമത്തത്, ഈ മരിച്ച ആൾ ഒരു ഒരു ആത്മഹത്യാക്കുറിപ്പ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ അത് അന്വേഷണ സംഘം അത് പൂഴ്ത്തി വെച്ചിട്ടുണ്ടാവാം. 7. 8, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ചത് തന്നെ ശരിയായ രീതിയിലല്ല. ഇതാണ് പരാതിക്കാരിയുടെ 8 പരാതികൾ ഈ ബഹുമാനപ്പെട്ട ഈ ന്യായാധിപന്മാർ അവരുടെ ജഡ്ജ്മെൻറ്റിൽ പറഞ്ഞിട്ടുള്ളത്. അത് 5ാമത്തെ പാരഗ്രാഫിലാണ്. 6ാമത്തെ പാരഗ്രാഫിൽ അവരെന്താ ചെയ്തിട്ടുള്ളത്? സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അവരുടെ എതിർ സത്യവാങ്മൂലത്തിൽ പറഞ്ഞ 20 കാര്യങ്ങൾ, ആ 20 കൂടെ ഞാനിവിടെ വായിക്കാൻ സമയം എടുക്കുന്നതുകൊണ്ട് ഞാനത് വായിക്കുന്നില്ല. അന്വേഷണം ശരിയായ ദിശയിലാണ് പോകുന്നത് എന്ന് സൂചിപ്പിക്കുന്നതിനുള്ള 20 കാര്യങ്ങൾ എതിർ സത്യവാങ്മൂലത്തിൽ പറഞ്ഞത് പിന്നീട് എടുത്ത് വെച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളെ, അതിനുശേഷം പ്രസക്തമായിട്ടുള്ള ഭാഗം ഏതാണ് എന്ന് നോക്കിയാൽ 10ാമത്തെ പാരഗ്രാഫ് മുതലാണ് പ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾ ഈ വിധിന്യായത്തിൽ പറഞ്ഞിട്ടുള്ളത്. ആ 10ാമത്തെ പാരഗ്രാഫിൻ്റെ അവസാന ഏതാണ്ട് പകുതി ഭാഗമാകുമ്പോഴത്തേക്ക് പറയുകയാണ്, ആസ് നോട്ടഡ് ദ ഇൻവെസ്റ്റിഗേഷൻ ഇൻ ദ കേസ് ഈസ് ബീങ് കണ്ടക്ടഡ് ബൈ എ ടീം മെയിൻലി SIT കൺസിസ്റ്റിംഗ് ഓഫ് മോർ ദാൻ 1 IPS ഓഫീസർ. അതായത് ഈ കേസിൽ അന്വേഷണം നടത്തുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ 1-ലധികം IPS ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഇനിയുള്ള വാക്കുകൾ ശ്രദ്ധിച്ചോണം. ദ അപ്പലന്റ് എന്ന് പറഞ്ഞ പരാതിക്കാരി മഞ്ജുഷ, അപ്പലന്റ് ഹാസ് നോ കേസ് ദാറ്റ് ദ ഓഫീസേഴ്സ് കോൺസ്റ്റിറ്റ്യൂട്ടിംഗ് SIT ആർ ഇൻകോംപിറ്റന്റ് ടു ഇൻവെസ്റ്റിഗേറ്റ് എ കേസ് ഓഫ് ദി ഇൻസ്റ്റന്റ് നേച്ചർ. അതായത് ഈ കേസ് അന്വേഷിക്കുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ കഴിവുകെട്ടവരാണ് എന്ന് പരാതിക്കാരിക്ക് അഭിപ്രായമില്ല. The appellant has also no case that the officers constituting the SIT would face any legal impediments in conducting the investigation effectively. അതായത് ഈ അന്വേഷണ സംഘത്തിലുള്ളവർക്ക് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നിയമതടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യത്തിലും പരാതിക്കാരിക്ക് അഭിപ്രായമൊന്നുമില്ല. 3ാമത്തെ വാചകം എന്താണ്? The appellant has not raised any allegations of malafide against any of the officers in the SIT. അതായത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലെ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർക്ക് അവർക്ക് എന്തെങ്കിലും ദുരുദ്ദേശമോ സ്വാർത്ഥ താല്പര്യമോ ഉണ്ട് എന്നുള്ള അഭിപ്രായവും പരാതിക്കാരിക്കില്ല. എന്നാൽ പരാതിക്കാരി രാഷ്ട്രീയ പാർട്ടിയിലെ അംഗമായതുകൊണ്ട് അത് അന്വേഷണത്തെ സ്വാധീനിക്കും എന്നുള്ളതാണ് അവരുടെ അഭിപ്രായം എന്നൊരു വാദഗതി പറഞ്ഞുകൊണ്ടാണ് ഈ പാരഗ്രാഫ് അവസാനിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ വിധിന്യായത്തിൽ പറയുന്നത്? ഒന്ന്, ഈ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് അവർ കഴിവുകെട്ടതാണ് അവരാണ് എന്ന് പരാതിക്കാർക്ക് അഭിപ്രായമില്ല. അവരെന്തെങ്കിലും നിയമ തടസ്സം നേരിടുമോ എന്നുള്ള സംബന്ധിച്ച് പരാതിയില്ല. ആ ഉദ്യോഗസ്ഥന്മാരെക്കുറിച്ച് പരാതിക്കാരി അവർ ദുരുദ്ദേശമുള്ളവരാണ് എന്ന് അഭിപ്രായവും അവർക്കില്ല. ഇതാണ് ഈ ന്യായാധിപർ അവരുടെ വിധിന്യായത്തിൽ പറയുന്നത്. സുഹൃത്തുക്കളെ, ഇത് പച്ചമലയാളത്തിൽ പറഞ്ഞ ശുദ്ധ അസംബന്ധമല്ലേ? ശുദ്ധ അസംബന്ധമല്ലേ ഇത്? സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലെ ഉദ്യോഗസ്ഥന്മാർ കഴിവുകെട്ടവരാണോ? സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെതിരായിട്ടുള്ളവർക്കെതിരെ എന്തെങ്കിലും പരാതിയുണ്ടോ? അല്ലെങ്കിൽ അവരെന്തെങ്കിലും നിയമ തടസ്സം അവർക്കുണ്ടാകുമോ എന്നുള്ളതിന് വല്ല പ്രസക്തിയും ഉണ്ടോ? എൻ്റെ സുഹൃത്തുക്കളൊന്ന് ആലോചിക്കുക. എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ? അവർക്കെതിരായിട്ടുള്ള ആരോപണമാണോ ഈ പരാതിക്കാരി പറഞ്ഞിരിക്കുന്നത്? പരാതിക്കാരിയുടെ അഭിപ്രായം എന്താ? പരാതിക്കാരിയുടെ അഭിപ്രായം ഈ സ്ത്രീക്ക് വലിയ രാഷ്ട്രീയ പിൻബലമുണ്ട് എന്നുള്ളതല്ലേ? ഈ സ്ത്രീ ഭരിക്കുന്ന പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവാണ് എന്നുള്ളതല്ലേ? അതല്ലേ അവരുടെ പരാതി?
അപ്പം സ്വാഭാവികമായും ആ സ്ത്രീക്ക് വലിയ രാഷ്ട്രീയ പിന്തുണയുള്ളപ്പോൾ ആ രാഷ്ട്രീയ പിന്തുണയുള്ള രാഷ്ട്രീയ നേതൃത്വം ഈ അന്വേഷണം അട്ടിമറിക്കുമെന്നുള്ളതല്ലേ പരാതിക്കാരി പറഞ്ഞിട്ടുള്ളത്. അത് ബഹുമാനപ്പെട്ട ന്യായാധിപന്മാർ അവരുടെ വിധിന്യായത്തിൽ എടുത്ത് കോട്ട് ചെയ്തിട്ടുണ്ടല്ലോ. എന്താ കോട്ട് ചെയ്തിട്ടുള്ളത്? ദ അക്യൂസ്ഡ് who is a member of the district committee of the CPM and the state joint secretary of the Janadipati Mahila Association has a strong backing of the ruling party which naturally metamorphosized into influence with the police investigating the case എന്ന് പറഞ്ഞത് ഈ വിധിന്യായം എഴുതിയവർ കണ്ടില്ലേ? ഈ മനസ്സിലാവുന്നില്ല. ഇനി ഈ ന്യായാധിപർ വായിച്ചു നോക്കാൻ വേറൊരു പാരഗ്രാഫ് ഞാൻ വായിക്കാം. ഇറ്റ് ഈസ് 13ാമത്തെ പാരഗ്രാഫിൽ പരാതിക്കാരിയുടെ അപ്പീലിൽ 13ാമത്തെ പാരഗ്രാഫിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഇറ്റ് ഈസ് സബ്മിറ്റഡ് ദാറ്റ് ദ പോലീസ് ദ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസർ ഓഫ് ദ അക്യൂസ്ഡ് ക്യാൻ ബി ഗാതേർഡ് ഫ്രം ദ അവർമെന്റ്സ് ഇൻ ദ ബെയിൽ ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് ബിഫോർ ദ സെഷൻസ് കോർട്ട് തലശ്ശേരി ദാറ്റ് റീഡ്സ്. അവര് ഈ പ്രതി തലശ്ശേരിയിൽ കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റിൽ തന്നെ അത് പറയുന്നു. എന്താണ്? ദ പെറ്റീഷണർ ഈസ് നൗ വർക്കിംഗ് ആസ് ദ മെമ്പർ ഓഫ് ഡിസ്ട്രിക്ട് കമ്മിറ്റി ഓഫ് CPM ആൻഡ് സ്റ്റേറ്റ് ജോയിന്റ് സെക്രട്ടറി ഓഫ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ. ദ പെറ്റീഷണർ ഈസ് ദ മെമ്പർ ഓഫ് ദ സെനറ്റ് ഓഫ് കേരള യൂണിവേഴ്സിറ്റി ആൻഡ് മെമ്പർ ഓഫ് കേരള സ്റ്റേറ്റ് പാഠ്യ പദ്ധതി കരിക്കുലം. Further, the petitioner is the governing body member of the Kerala State Kudumbashree Mission and chairperson of Kannur District Planning Committee. എന്നിട്ട് അപ്പീൽ എന്താ പറഞ്ഞത്? Given the political power held by the accused and fearing further harassment from the district collector Kannur and the government machinery that supports the accused, none of the individuals who worked in the department where the deceased was employed have come forward to give statements about the facts within their knowledge. This alone is sufficient to demonstrate the extent to which the accused can control and interfere with the ongoing investigation. ഇത് ന്യായാധിപർക്ക് മനസ്സിലാവാത്തതാണോ അവർ വായിക്കാത്തതാണോ എന്ന് എനിക്കറിയില്ല. എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ സ്ത്രീക്കുള്ള വലിയ രാഷ്ട്രീയ സ്വാധീനം കാരണം വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥരും മരണമടഞ്ഞ ആളുടെ കൂടെ ജോലി ചെയ്തിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥരും അവർക്ക് പറയാൻ കഴിയുന്ന വിവരങ്ങൾ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് അവർ വന്നില്ല. കാരണം ഈ സ്ത്രീക്കുള്ള അത്രയും വലിയ സ്വാധീനം. ഈ സ്വാധീനത്തിൻ്റെ വിശദാംശങ്ങൾ പിന്നെ പാരഗ്രാഫ് 13 എഴുതിയത് ന്യായാധിപർ കണ്ടതാണോ അത് കാണാതിരുന്നതാണോ എനിക്കറിയില്ല. കോടതി ലക്ഷ്യം എന്ന വാൾ തൂങ്ങിക്കിടക്കുന്നതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഇതൊരു അസംബന്ധമാണ്, പൊട്ടത്തരമാണ് ഈ ജഡ്ജിമെൻറ്റിൽ എഴുതി വെച്ചിരിക്കുന്നത്. അതായത് ഈ പരാതിക്കാരിക്ക് പോലീസുകാരോട് അഭിപ്രായ വ്യത്യാസമില്ല, പോലീസുകാരുടെ കഴിവിനെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസമില്ല, പോലീസുകാർ നിയമതടസ്സം നേരിടുന്നുള്ള അഭിപ്രായ വ്യത്യാസമില്ല. പോലീസ് അബ്സേർഡ് ഹൈറ്റ് ഓഫ് അബ്സേർഡിറ്റി എന്നല്ലേ പറയുന്നത്, ഹൈറ്റ് ഓഫ് അബ്സേർഡിറ്റി. എത്ര വലിയ തലതൊട്ടപ്പന്മാരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും പിണറായി വിജയൻ്റെ താല്പര്യത്തിനെതിരായി നിൽക്കുമോ ന്യായാധിപന്മാരെ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. പെരിയ കേസിൽ എന്താ ചെയ്തത് പോലീസുകാർ? കഴിവില്ലാത്തവരായോണ്ടാണോ? ഷുഹൈബ് കേസിൽ എന്താ ചെയ്തത്? കതിരൂർ മനോജ് വധക്കേസിൽ എന്താണ് ചെയ്തത്? ഷുക്കൂർ വധക്കേസിൽ എന്താണ് പോലീസുകാർ ചെയ്തത്? ഈ പോലീസുകാർ എല്ലാം വലിയ കഴിവുള്ള പോലീസുകാരായിരുന്നു. പക്ഷേ അതാത് കാലത്ത് ഭരണത്തിലിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് അല്ലെങ്കിൽ CPM താല്പര്യത്തിന് വിരുദ്ധമായി പറയാൻ നട്ടലില്ലാത്തവരല്ലേ പോലീസുകാർ? ആ പോലീസുകാർക്കെതിരെ പരാതിയൊന്നും പരാതിക്കാരി ഉന്നയിച്ചിട്ടില്ല എന്ന് പറയുന്നത് ഇനി ഇതെന്ത് വാക്കുകൊണ്ട് ഞാൻ അതിനെ വിശദീകരിക്കും എന്ന് എനിക്കറിയില്ല. ഇനി അടുത്തത് 11ാമത്തെ പാരഗ്രാഫ്. 11ാമത്തെ പാരഗ്രാഫിൽ ഇത് ഹോമിസൈഡാണോ സൂയിസൈഡാണോ എന്ന് ഹോമിസൈഡാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പിന്നെ പരാതിക്കാരി പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ബോഡി കണ്ടത് 8 മണിക്ക്, പക്ഷേ പോലീസിന് റിപ്പോർട്ട് ചെയ്തത് 9:40. അതാണ് ഹോമിസൈഡ് എന്ന് കാണിക്കാൻ വേണ്ടി പരാതിക്കാരി വന്നത്. 8 മണിക്കായിരുന്നു, 8 മണിക്ക് അത് കണ്ടെങ്കിലും 9:40. അത് സംബന്ധിച്ച് എന്താണെന്നറിയാമോ മറുപടി? ഇതിനകത്തിൽ മറുപടി എന്താണെന്നറിയാമോ? അത് കണ്ടതൊരു ഡ്രൈവറാണ്. ആ ഡ്രൈവറെ ഇതുവരെ കണ്ടിട്ടില്ല. ആ ഡ്രൈവർ വലിയ കള്ളനാണെന്നുള്ള നിലയിൽ പൊതുമണ്ഡലത്തിൽ അഭിപ്രായമുണ്ട്. അയാൾക്കെതിരെ പരാതിയൊന്നും ഉന്നയിച്ചിട്ടില്ല എന്ന് പരാതിക്കാരി. റിഗാർഡ് ബീയിങ് ഹാഡ് ടു കോമൺ കോഴ്സ് ഓഫ് natural events and human conduct, particularly in moments of shock and distress, we do not prima facie think that the same is a ground to suspect that the case is in hand is not one of suicide. അതായത് ഈ ഡ്രൈവർ ഈ കെട്ടിത്തൂക്കിട്ടിരിക്കുന്ന കണ്ടപ്പോൾ അയാളുടെ സമനില പോയി, അയാൾ വളരെ മാനസിക ആഘാതമുണ്ടായി, അതുകൊണ്ടാണ് അയാൾ 1 മണിക്കൂർ 40 മിനിറ്റ് കഴിഞ്ഞ് റിപ്പോർട്ട് ചെയ്തത് എന്ന് ഈ വിധിന്യായത്തിൽ എഴുതി വെക്കുമ്പോൾ എന്ത് പറയും നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കും. എടാ, ഡ്രൈവർ
ആ ഡ്രൈവറുടെ കൂടെ ജോലി ചെയ്ത ഡ്രൈവറുടെ മേലുദ്യോഗസ്ഥനായിട്ടുള്ള ഏറ്റവും വലിയൊരു ഉദ്യോഗസ്ഥനായിട്ടുള്ള ADM തൂങ്ങി മരിച്ച് കിടക്കുന്ന കഴിഞ്ഞാൽ അപ്പോൾ അയാൾ പോലീസിൽ അറിയിക്കണ്ടേ? അയാൾ 1 മണിക്കൂർ 40 മിനിറ്റ് അറിയിച്ചില്ല. അത് അയാൾക്കുണ്ടായ ഒരു മാനസിക ആഘാതം കൊണ്ടാണെന്ന് ന്യായാധിപന്മാർ പറയുകയാണ്. എന്ത് ചെയ്യും നമ്മൾ? 1. 2, even though the occurrence was reported to the police at 9:40 AM, the corresponding entry was made in the general diary only at 10 AM. അപ്പോൾ പോലീസിനടുത്ത് 9:40 പറഞ്ഞു. അത് 10 മണിക്കാണ് ജനറൽ ഡയറിയിൽ എൻട്രി ചെയ്തത്. അതിനകത്തും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ന്യായാധിപന്മാർ പറയുകയാണ് അതിനകത്തും വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ചെയ്തുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അടുത്തത് പറഞ്ഞെന്താണ്? പോലീസ് ഹാസ് കൺക്ലൂഡഡ് ഇൻ ദ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് ദാറ്റ് ദിസ് ഈസ് എ കേസ് ഓഫ് സൂയിസൈഡ്. അതിലും വലിയ കുഴപ്പമൊന്നുമില്ലെന്നാണ് പറയും. അതായത് ഈ ആദ്യം കണ്ട ഡ്രൈവർ പോലീസിനോട് വന്നിട്ട് സൂയിസൈഡ് ആണെന്ന് പറയുന്നു. പോലീസ് FIRൽ സൂയിസൈഡ് ആണെന്ന് എഴുതി വയ്ക്കുന്നു. അതിലും ഈ ന്യായാധിപന്മാർക്ക്, പതിറ്റാണ്ടുകളായി നിയമപരിജ്ഞാനമുള്ള ന്യായാധിപന്മാർക്ക് അതിലും ഒരു സംശയവുമില്ല. അവർക്ക് കേസ് ഡയറിയിലാണ് അവർക്ക് വിശ്വാസം. കേസ് ഡയറി ഗോസ്പൽ ട്രൂത്താണ് അവർക്ക്. സുവിശേഷ സത്യമാണ് കേസ് ഡയറി പോലീസുകാർക്ക്, അല്ല ന്യായാധിപന്മാർക്ക്. എന്നിട്ട് അതിലും അവർക്ക് പ്രശ്നമില്ല. Even though the officer who held the inquest was obliged to inform the relatives of the deceased before the commencement of the inquest was held without informing them. അതിലും തെറ്റൊന്നുമില്ല. ഏത്? പരാതിക്കാരിയും ബന്ധുക്കളും കൃത്യമായി പരാതി പറഞ്ഞു. ഞങ്ങൾ വരുന്നതിന് മുമ്പ് ഇത് ചെയ്തു, ഇത് തെറ്റാണ്, ബ്ലഡ് റിലേഷൻസിലുള്ളവരെ ഉള്ളപ്പോഴേ ഇത് ചെയ്യാൻ പാടുള്ളൂ എന്നവർ പരാതി പറഞ്ഞു. അതിലും തെറ്റൊന്നുമില്ല. കാരണം അത് അവരുടെ അനുവാദത്തോടു കൂടിയാണ് എന്ന് കേസ് ഡയറിയിൽ എഴുതി വെച്ചിട്ടുള്ളത്. കേസ് ഡയറിയാണ് ന്യായാധിപന്മാരുടെ ഗോസ്പൽ ട്രൂത്ത്. കേസ് ഡയറിയിൽ എന്ത് പറയുന്നതിന് അപ്പുറത്തേക്ക് ന്യായാധിപന്മാർ പോവില്ല. അത് വലിയ കുഴപ്പമില്ല. അതും കുഴപ്പമില്ല. ദ പോസ്റ്റ്മോർട്ടം വാസ് കണ്ടക്ടഡ് ബിഫോർ ദ അറൈവൽ ഓഫ് ദി ക്ലോസ് റിലേറ്റീവ്സ്. അത് ഞാൻ പറഞ്ഞല്ലോ. അവസാനം പറയുന്നതാണ് ഇൻക്വസ്റ്റ് റിപ്പോർട്ട് വുഡ് ഷോ ദാറ്റ് toward the time of the commencement of the inquest, the body was found hanging in such a fashion that the feet of the deceased was touching the floor. അപ്പോൾ ഈ 5-6 കാരണങ്ങൾ കൊണ്ടാണ് ഇത് സൂയിസൈഡ് അല്ല, ഇത് ഹോമിസൈഡ് ആണെന്ന് പറഞ്ഞത്. അതിൽ അവസാനം പറയുന്നത് എന്താണ്? ബോഡി ഇങ്ങനെ നിലത്ത് അതിൻ്റെ കാല് നിലത്ത് മുട്ടി കിടക്കുകയായിരുന്നു എന്നുള്ളതും അതിനും കുഴപ്പമൊന്നുമില്ല. ബഹുമാന്യരായ ന്യായാധിപന്മാർ പറയാണ് അതും കുഴപ്പമൊന്നുമില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അത് ഹാങ്ങിങ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് അവർക്ക് ഗോസ്പൽ ട്രൂത്ത്. സുഹൃത്തുക്കളെ, പോസ്റ്റ്മോർട്ടം സംബന്ധിച്ച് എന്തുമാത്രം വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചു. ആന്തരിക അവയവങ്ങൾ അന്വേഷണത്തിന് കൊടുത്തില്ല. ബോഡിയിൽ നിന്ന് ബോഡി ഫ്ലൂയിഡ്സ് പുറത്തേക്ക് വന്നില്ല. സലൈവറി ഡ്രിബിള് പുറത്തേക്ക് വന്നില്ല. വേണ്ട തരത്തിലുള്ള മെഷർമെൻറ്റ് ഒന്നും എടുത്തില്ല. എത്ര അതുപോലെ തന്നെ സ്റ്റെയിനിങ് ഉണ്ടായിരുന്നത് അത് നിലത്ത് കിടന്നതായിട്ടാണ് അത് കാണിക്കുന്നത്. ഗ്ലോ ആൻഡ് സോക്ക് എഫക്റ്റ് ഉണ്ടാവേണ്ടതാണ്, അതുണ്ടായിട്ടില്ല. അങ്ങനെ എത്ര വീഴ്ചകൾ പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ട് പരാതിക്കാരി ചൂണ്ടി. അതൊന്നും ന്യായാധിപന്മാർക്കും പ്രശ്നമില്ല. ന്യായാധിപന്മാർക്ക് ഗോസ്പൽ ട്രൂത്ത്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കേസ് ഡയറിയാണ്. എന്തോ ചെയ്യും സാധാരണക്കാരൻ? എവിടെ പോവും? എന്നിട്ട് അവർ പറയാണ് ഇത് ഹോമിസൈഡാണ് എന്ന് നമുക്ക് പരിഗണിക്കാൻ കഴിയില്ല എന്ന് അവർ പറയുകയാണ്. പറഞ്ഞിട്ട് അവർ 12ാമത്തെ പാരഗ്രാഫിൽ അവർ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെന്താണ്? ദിസ് ഈസ് നോട്ട് എ കേസ് വെർ ദ accusation is against top officials in the state government or state police who would be in a position to influence the investigation when the investigation is conducted by subordinate officers. പോലീസുകാർക്കെതിരെ പരാതിയൊന്നുമില്ല. പോലീസുകാരെന്ന് സ്വതന്ത്രമായിട്ടുള്ള അന്വേഷണം പിണറായി വിജയൻ്റെ കീഴിൽ നടക്കുകയാണല്ലോ. ആ പോലീസുകാർക്കെതിരെ നിങ്ങൾ എന്തേ പരാതി കൊടുക്കാതിരുന്നത്? ബഹുമാനപ്പെട്ട ന്യായാധിപന്മാർ ചോദിക്കുകയാണ്. This is not a case where the CBI or any investigation agency would be in an advantageous position to carry an investigation in a fair and impartial manner. ആലോചിച്ച് നോക്കും. ഈ ന്യായാധിപന്മാർ അവിടെ നിന്ന് കെട്ടിയെഴുന്നള്ളിക്കുന്നറിയാം. CBI വന്നാലും ഫെയർ ആൻഡ് ഫ്രീ ഇൻവെസ്റ്റിഗേഷൻ നടക്കുകയില്ലെന്ന്. എന്തൊരു അസംബന്ധമാണ് എൻ്റെ സുഹൃത്തുക്കളെ, എന്തൊരു പൊട്ടത്തരമാണ് ഈ ന്യായാധിപന്മാർ വിളിച്ച് പറയുന്നത്. പെരിയ കേസിൽ എന്താ സംഭവിച്ചത്? പെരിയ കേസിൽ ക്രൈംബ്രാഞ്ച് എന്താ ചെയ്തത്? പ്രതികളെ മുഴുവൻ രക്ഷിക്കില്ലേ ചെയ്തത്? അവസാനം CBI വന്നിട്ട് അന്വേഷിച്ചപ്പോഴല്ലേ സത്യം കണ്ടുപിടിച്ചത്. എന്നാൽ ന്യായാധിപന്മാരുടെ ഒരു വൃത്തികെട്ട മുൻധാരണ നോക്ക്. CBI അന്വേഷിച്ചാൽ പോലും അവർക്കിത് കണ്ടുപിടിക്കാൻ കഴിയില്ല.
This is also not a case where the death of Naveen Babu has political repercussions or the political leaders to go overboard and interfere with the investigation to protect the image of the political party. എന്തൊരു ഗതികെട്ട അവസ്ഥയാണ് ഇത് പറയുന്ന ന്യായാധിപന്മാരെ ഇനി ജയിലിൽ കിടന്നാലും വേണ്ടില്ല, അഴിയെണ്ണിയാലും വേണ്ടില്ല, വിമർശിക്കാതിരിക്കാൻ പറ്റില്ല. ആ സംബന്ധം പൊട്ടത്തരമാണ് എഴുതി വെച്ചിരിക്കുന്നത്. This is also not a case where the death of Naveen Babu has political repercussions to the political leaders to go overboard and interfere with the investigation to protect the image of the political party. രാഷ്ട്രീയക്കാരൻ പറയുന്ന പോലെ, CPM നേതാക്കന്മാർ പറയുന്നത് പോലെ പറയുകയാണ് ന്യായാധിപന്മാർ. ഇതെന്തൊരു സമീപനമാണ്. ഇത് രാഷ്ട്രീയമായിട്ടുള്ള പ്രത്യാഘാതം ഉള്ളതുകൊണ്ട് നല്ല അന്വേഷണം നടക്കില്ല എന്ന് പറയാൻ പറ്റില്ല. ഓൺ ദ അതർ ഹാൻഡ്, ദിസ് ഈസ് എ കേസ് വിച്ച് കുഡ് ബി ഇൻവെസ്റ്റിഗേറ്റഡ് ബൈ എനി ഏജൻസി അഡ്ഹെയറിംഗ് ടു എസ്റ്റാബ്ലിഷ്ഡ് ഇൻവെസ്റ്റിഗേറ്റീവ് പ്രോട്ടോകോൾസ്. എന്താ ന്യായാധിപന്മാരെ, എസ്റ്റാബ്ലിഷ്ഡ് ഇൻവെസ്റ്റിഗേറ്റീവ് പ്രോട്ടോകോൾസ് പ്രകാരം പിണറായി വിജയൻ്റെ കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ കേസ് അന്വേഷിക്കുന്ന ന്യായാധിപന്മാർ പറഞ്ഞാലുണ്ടല്ലോ, ആ ന്യായാധിപന്മാരുടെ മുന്നിൽ ഇങ്ങനെ തൊഴുതുകൊണ്ട് നിൽക്കാൻ മാത്രമേ ജനങ്ങൾക്ക് കഴിയുള്ളൂ. ഏത് ലോകത്തെ ന്യായാധിപന്മാരെ നിങ്ങൾ ജീവിക്കുന്നത്? ഏത് സ്വപ്ന ലോകത്താണ് നിങ്ങൾ ജീവിക്കുന്നത്? ഏത് രാഷ്ട്രീയ കൊലപാതകത്തിൻ്റെ കാര്യത്തിലാണ് പിണറായിയുടെ പോലീസ് ഇവിടെ എസ്റ്റാബ്ലിഷ്ഡ് ഇൻവെസ്റ്റിഗേറ്റീവ് പ്രോട്ടോകോൾസ് വെച്ച് അന്വേഷിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞേ? അസംബന്ധമാണിത്, പൊട്ടത്തരമാണിതിന്. നോ ഡൗട്ട് ദി ഇൻവെസ്റ്റിഗേഷൻ കേസ് ഷുഡ് നോട്ട് ബി ക്രെഡിബിൾ ബട്ട് ഓൾസോ അപ്പിയർ ടു ബി ഹാവ് ഇത് ഞാൻ പറഞ്ഞില്ല ഇത്. എന്നിട്ട് ഈ ന്യായാധിപന്മാർ ഉളുപ്പില്ലാതെ പറയുകയാണ്, investigation in a case cannot be transferred merely for the reason that the victim entertains an apprehension that the investigation will not be conducted in a fair and impartial manner. In order to transfer the investigation, the apprehension shall be reasonable and not imaginary. സത്യം പറഞ്ഞാലുള്ളൂ, ഈ രണ്ട് ന്യായാധിപന്മാരെ ഇങ്ങനെ തൊഴാൻ മാത്രമേ ജനങ്ങൾക്ക് കഴിയുള്ളൂ. 17 അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത തെളിവുകൾ പരാതിക്കാരി ഹൈക്കോടതിയുടെ മുന്നിൽ പറഞ്ഞിട്ട് അവർ പറയുകയാണ് അപ്രിഹെൻഷനാണെന്ന്. എവിടെ നോക്കിയാണ് ഈ ന്യായാധിപന്മാർ ഇരിക്കുന്നത്? അവർ അപ്പീലിലോട്ടല്ലാതെ മേളിലോട്ട് നോക്കിക്കൊണ്ടാണ് അവരിരുന്നത്. എത്ര തെളിവുകൾ, പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള തെളിവുകൾ, കോൾ ഡീറ്റെയിൽസ് കളക്റ്റീവായിട്ട് ബന്ധപ്പെടാത്ത തെളിവുകൾ, പ്രശാന്തനുമായി ബന്ധപ്പെട്ടിട്ടുള്ള തെളിവുകൾ, കളക്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തെളിവുകൾ, SITയുടെ കഴിവുകളിലും ഇനി എന്ത് തെളിവാണ് ന്യായാധിപന്മാരെ കൊണ്ടുവരാറുന്നത്? ഇത്രയും തെളിവുകളുടെ ഒരു കൂമ്പാരം കൊണ്ടുവന്നിട്ടും അത് കാണാതെ അപ്രിഹെൻഷൻ ആണെന്ന് പറയുകയും ഇമാജിനറി ആണെന്ന് ഞാൻ എന്താ പറയുന്നത്? ജയിലിൽ പോയാലും വേണ്ടില്ല, പറയാതെ പറയും. ഇത് അസംബന്ധത്തിൻ്റെ അങ്ങേയറ്റമാണ്. അസംബന്ധത്തിൻ്റെ അങ്ങേയറ്റമാണ് ഈ വിധിന്യായം. ഈ ചവറ്റുകൊട്ടയിൽ എറിയേണ്ട വിധിന്യായം, ചവറ്റുകൊട്ട കിടക്കാനുള്ള യോഗ്യത ഈ വിധിന്യായത്തിനുള്ളൂ. ഇമാജിനറി ആണെന്ന്. എന്തൊരു വൃത്തികെട്ട വിധിന്യായമാണ് ഈ വിധിന്യായം. ഒരു പരാതിക്കാരി ഒരു പരാതി കൊണ്ടുവന്നാൽ ആ പരാതി ഓരോന്നോരോന്നായി എടുത്ത് പരിശോധിച്ചിട്ട് നിങ്ങൾ വേണേൽ തള്ളിക്കളയൂ. അതൊന്നും പരിശോധിക്കാതെ ഇവിടുന്ന് ഏതാണ്ട് മൂലയൊക്കെ കീറി വെച്ച് പോലീസിൻ്റെ റിപ്പോർട്ട് ഗോസ്പൽ ട്രൂത്താക്കി കോടതി കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ സാധാരണക്കാരൻ എവിടെ പോകുന്നുള്ള ന്യായാധിപരോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ഇതൊക്കെ ഈ ന്യായാധിപന്മാരുമായി ബന്ധപ്പെട്ടൊക്കെ എല്ലാവർക്കൊക്കെ ഇതുണ്ടായിരുന്നെങ്കിൽ അവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളായിരുന്നു. ജനങ്ങൾക്ക് നവീൻ ബാബുവിൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും അതിൻ്റെ ദണ്ഡം മനസ്സിലാവുള്ളൂ. എന്നിട്ട് അവസാനത്തെ പാരഗ്രാഫ് അതിനേക്കാൾ ഭീകരമാണ്. ഇഫ് ദ പ്രിൻസിപ്പൽ അഫോർസെഡ് ഈസ് ഒരു വിധിന്യായം വെച്ചിട്ട് പറയാണ്, ഇറ്റ് ഈസ് നോട്ട് അഡോപ്റ്റഡ് ബൈ കൺസിഡറിംഗ് ദ പബ്ലിക് വുഡ് തിങ്ക് ദാറ്റ് ദ സിസ്റ്റം ക്യാൻ ബി ഈസിലി സ്വെയ്ഡ് അവേ ബൈ ഔട്ട്സൈഡ് ഇൻഫ്ലുവൻസ് ആൻഡ് കോൺസിക്വൻ്റ്ലി ലൂസ് ഫെയ്ത്ത് ഇൻ ദ നോർമൽ ലീഗൽ പ്രോസസ്. ഞങ്ങളിതിൽ CBI അന്വേഷണം പ്രഖ്യാപിച്ചാൽ അത് വേറെ പുറമേയുള്ള സ്വാധീനം കൊണ്ടാണെന്നും നിയമ പ്രക്രിയയിൽ വിശ്വാസം നഷ്ടപ്പെടുന്നു. എന്താ അസംബന്ധ പഞ്ചാംഗമല്ലേ ഇത് ഇങ്ങനെ ചെയ്യുമ്പോഴല്ലേ ലീഗൽ പ്രോസസ്സിൽ വിശ്വാസം നഷ്ടപ്പെടുന്നത്? They would also start thinking that investigation could be manipulated or that the system is not that reliable. In fact, it is this judgment which makes people think that investigations could be manipulated or that the system is not reliable. It is this judgment which makes the people think that the system is not reliable. That apart, if transfers of investigations are too frequent, this can lead to loss of trust in criminal systems, both from the political public point of view and also from the point of view of those. എനിക്ക് കൂടുതൽ no doubt in the pursuit of truth. Doubts and apprehensions that occur should not be dismissed. Neither should the same be allowed to paralyze us.
അപ്രിഹെൻഷൻസ് നമ്മൾ തള്ളിക്കളയാൻ പാടില്ല, പക്ഷെ അവ നമ്മളെ ഈ പറഞ്ഞ പോലെ പാരലൈസ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. മുൻധാരണകൾ പാരലൈസ് ചെയ്യുകയാണ് ഈ ജഡ്ജ്മെൻറ്റ്. ഈ ജഡ്ജ്മെൻറ്റിൽ ആദ്യാവസാനമുള്ളത് ഭരണകൂടത്തിൻ്റെ അനുകൂലമായിട്ടുള്ള മുൻധാരണകൾ മാത്രമാണ് ഇതിലുള്ളത്. പരാതിക്കാരി കൊണ്ടുവന്ന മുഴുവൻ ഈ പറഞ്ഞതുപോലെ വസ്തുതകളെ ചവറ്റുകൊട്ടയിൽ കളയുന്ന ഒരു കീറക്കടലാസാണ് ഈ വിധിന്യായം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് സുപ്രീം കോടതി ചെല്ലുമ്പോൾ സുപ്രീം കോടതി വസ്തുത മനസ്സിലാക്കി ഒരു CBI അന്വേഷണത്തിൽ കൊണ്ടുവരും എന്ന് തന്നെയാണ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഉറച്ച് ഞാൻ വിശ്വസിക്കുന്നത്.